നാടകത്തിന്റെ പേര് ഒരു ഹാജിയർക്ക് പറ്റിയ അമ്മിളി. ഇത് വർഷം 1981. നമ്മുടെ കഥാനായകൻ ദേവൻ നമ്പൂതിരി വൈദ്യപഠനം കഴിഞ്ഞ് നാട്ടിലെത്തിയിരിക്കുന്നു. MBBSകാർ ഏറെ ഒഴിവിലാണ്. ദേവൻ നമ്പൂതിരിക്ക് ജോലിയൊന്നും തരപ്പെട്ടില്ല. അങ്ങനെയിരിക്കെ നമ്പൂതിരിക്ക് ഒരു ഐഡിയ തോന്നി. തന്റെ ബാല്യകാല സുഹൃത്തിനെ സഹായിയാക്കിക്കൊണ്ട് ഒരു ക്ലിനിക്ക് തുടങ്ങി. ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഒരു ബാനർ ഉണ്ടാക്കി. ബാനറിൽ ഇങ്ങനെ എഴുതി: ഏത് രോഗവും വെറും 20 രൂപയ്ക്ക് ചികിത്സിച്ച് ഭേദമാക്കും. അഥവാ സാധിച്ചില്ലെങ്കിൽ 100 രൂപ തിരിച്ചു നൽകും. ഈ ബാനർ നോക്കിയിട്ട് ഏകദേശം 20 ദിവസങ്ങൾ കടന്നുപോയി. ആരും വന്നില്ല. പിന്നെ ഒരു ദിവസം ഈ ബാനർ നമ്മുടെ ഹാജിയാരുടെ കണ്ണിൽപ്പെട്ടു. കൂടുതലൊന്നും ചിന്തിക്കാതെ ഇസ്മായിൽ ഹാജിയാർ തീരുമാനിച്ചു, എങ്ങനെയും ഈ വൈദ്യരുടെ കയ്യിൽ നിന്ന് 100 രൂപ കൈക്കലാക്കണം. പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ദേവാ, ആരോ വരുന്നുണ്ട്. നമ്മൾ സമയം തെളിഞ്ഞൂന്നാ തോന്നുന്നു. നമസ്കാരം വൈദ്യരെ. നമസ്കാരം. ഒരു ഇരിക്കൂ, പറഞ്ഞോളൂ. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹരിക്കാം. വൈദ്യരെ, നമുക്ക് സ്വാദ് അറിയാൻ പറ്റുന്നില്ല. നമ്മുടെ വീട് വലിയ പാചകക്കാരാണ്. പക്ഷെങ്കിൽ 2 ദിവസമായി രുചിയൊന്നും അറിയാൻ കഴിയില്ല. എന്റെ സ്വാദ് അറിയാനുള്ള കഴിവ് പോയി. അതെങ്ങനെ തിരിച്ചു കിട്ടും? അത്രയുള്ളോ? അത് നമുക്ക് ശരിയാക്കാം. നാരായണ, എന്തോ നാരായണ, ആ 21ാം കുപ്പിയിലെ മരുന്ന് ഒരു 2 തുള്ളി ഇദ്ദേഹത്തിന്റെ നാവിൽ ഒഴിച്ചു കൊടുക്കൂ. ഇത് കുഴപ്പമാണല്ലേ? ഹായ് ഹാജിയാരെ, നിങ്ങളുടെ രുചി തിരിച്ചിട്ടില്ലപ്പോ. നാരായണ, ഹാജിയുടെ കയ്യിൽ നിന്ന് ഒരു 20 രൂപ വാങ്ങിച്ചോളൂ. ദിവസങ്ങൾക്ക് ശേഷം നമസ്കാരം വൈദ്യരെ. നമസ്കാരം. നമസ്കാരം. ഇത്തവണ എന്താ പ്രശ്നം? വരൂ, നമുക്ക് പരിഹരിക്കാലോ. വൈദ്യരെ, അമ്മന്റെ ഓർമ്മശക്തി പോയി. നമുക്ക് ഒന്നും ഓർമ്മ കിട്ടണില്ല. ഇവിടുത്തെ ബോർഡ് കണ്ടു, ഏത് രോഗവും നിങ്ങൾ ഭേദമാക്കുന്നു. എന്റെ ഓർമ്മ എങ്ങനെ തിരിച്ചു കിട്ടും? ഞാനൊന്ന് നോക്കട്ടെ, ശരിയാക്കാം. നാരായണ, എന്തോ നാരായണ, ആ 21ാം കുപ്പിയിലെ മരുന്ന് ഒരു 2 തുള്ളി ഇദ്ദേഹത്തിന്റെ നാവിൽ ഒഴിച്ചു കൊടുക്കൂ. വേണ്ട വേണ്ട, അത് പഴയ പെട്രോൾ തന്നെയല്ലേ? ഹാജരെ, വീണ്ടും ശരിയായില്ല. നിങ്ങളുടെ ഓർമ്മ തിരിച്ചിട്ട് എന്നാ നാരായണ, ഹാജിയുടെ കയ്യിൽ നിന്ന് ഒരു 20 കൂടി വാങ്ങിച്ചോളൂ. ഇനിയൊരു ദിവസം ഇത്തവണ ഏതായാലും നമ്മൾ വൈദ്യരുടെ കയ്യിൽ നിന്നും ആ 100 രൂപ മേടിച്ചിട്ടേ ഉള്ളൂ. നമസ്കാരം വൈദ്യരെ. അല്ല, ഇതാരാ? നമസ്കാരം. നമസ്കാരം ഹാജിയരെ. എന്താ ഇപ്പൊ പ്രശ്നം? വൈദ്യരെ, നമ്മുടെ കണ്ണിന്റെ കാഴ്ച പോയി. നമുക്കൊന്നും കാണാൻ കഴിയണില്ല. ഓ, ക്ഷമിക്കാം ഹാജിയരെ.
കയ്യിൽ പരിഹാരമില്ല. നാരായണ, എന്തോ നാരായണ, ആദ്യക്ക് ആ 100 രൂപ അങ്ങ് വച്ചു കൊടുത്തോളൂ. പൂവ് അല്ല, ഇത് 20 ഉള്ളൂ. 100 അല്ലേ തരണ്ടേ? ആവോ, സമാധാനായി. നിങ്ങളുടെ കാഴ്ച ഇപ്പൊ തിരിച്ചു കിട്ടിയില്ല. നാരായണ, എന്നാ പിന്നെ ആദ്യത്തെ കയ്യിൽ നിന്ന് ആ 100ഉം ഒരു 20ഉം കൂടി ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിച്ചോളൂ. പൂവ്